കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വടക്ക് കിഴക്ക് ഒരു വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്. നമ്മളൊരു വീട്ടിലേക്ക് ചെന്നിട്ട് ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ പോയെന്ന് ശ്രദ്ധിച്ചാൽ എന്താണ് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ആ വടക്ക് കിഴക്ക് ഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ വീടിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് പിടികിട്ടും. എന്ന് വെച്ചാൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ദിക്കാണ് വടക്ക് കിഴക്ക്. അപ്പോൾ വടക്ക് കിഴക്ക് ഇന്ന് എന്താണ് ഇത്രയും പ്രാധാന്യം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു വാസ്തു പുരുഷനുണ്ട് എന്നൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിരസ് വരുന്ന ഭാഗം വടക്ക് കിഴക്കാണ്. അപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ശിരസ് തന്നെയാണല്ലോ. അപ്പം വടക്ക് കിഴക്കാണ് ശിരസ് വരുന്ന ഭാഗം. അപ്പം ആ വടക്ക് കിഴക്ക് അപ്പം നമ്മളൊരു വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ചെയ്യുമ്പോൾ അപ്പോൾ അതിനൊരു 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ടല്ലോ. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ വടക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന ഭാഗമാണ് ഈ വടക്ക് കിഴക്ക്, ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്ക് കിഴക്ക് ഭാഗം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കളയും. വടക്ക് കിഴക്ക് ഭാഗം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഭാഗം ഇല്ല എന്ന് വെച്ചോ, ഇത്രയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇവരൊരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീടിന് ഒരു അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. കാരണം ഇതിനകത്തൊരു വാസ്തുപുരുഷൻ ഉണ്ടെന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ ശിരസ് ഇവിടെ വന്ന് 2 പാദങ്ങളും ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്ന രീതിയിലാണ് വാസ്തുപുരുഷൻ കിടക്കുന്നതെന്നാണ് സങ്കല്പം. അപ്പോൾ ഈ വടക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്താ സംഭവിച്ചത്? ശിരസ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ വീടിൻ്റെ അഭിവൃദ്ധി ഇല്ലാണ്ടാവും. അപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നതാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പാടില്ല എന്ന് ചോദിച്ചുകൊണ്ടൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തുവിൽ നമ്മളൊരു വസ്തു എടുക്കും. ഇപ്പോൾ ഒരു 10 സെൻറ്റ് വസ്തുവിൽ നമ്മളൊരു വീട് വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് കയറ്റി വീട് വയ്ക്കാൻ പാടില്ല. ആ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കയറ്റി വേണം വീട് വയ്ക്കാൻ. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ഒഴിച്ചിടണം. വടക്ക് കിഴക്ക് ഭാഗത്ത് പട്ടിക്കൂട് പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് കോഴിക്കൂട് പാടില്ല. അങ്ങനെ വടക്ക് കിഴക്ക് ഭാഗം മലിനപ്പെടുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതികളും പാടില്ല. വടക്ക് കിഴക്ക് ഒരു വസ്തുവിൽ ഏറ്റവും താഴ്ന്നു നിൽക്കേണ്ട ഭാഗവും വടക്ക് കിഴക്കാണ്. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ച് പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് പട്ടിക്കൂട് പാടില്ല. ടോയ്ലറ്റ് പാടില്ല. ബാത്റൂം പാടില്ല. പമ്പ് ഹൗസ് പാടില്ല. അങ്ങനെ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും താഴ്ന്ന് വൃത്തിയായി കിടക്കുക. വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കിണറാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു കിണറുണ്ടെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതുവഴി വരുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒരു വട്ടം കൂടെ പറയാം. സെപ്റ്റിക് ടാങ്ക് പാടില്ല. വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി പാടില്ല. ടോയ്ലറ്റ് പാടില്ല. ബാത്റൂം പാടില്ല. പമ്പ് ഹൗസ് പാടില്ല. പട്ടിക്കൂട് പാടില്ല. കാർ പോർച്ച് പാടില്ല. അങ്ങനെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും വരുന്നത് തടസ്സപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർമ്മിതികളോ വൃക്ഷങ്ങളോ വടക്ക് കിഴക്ക് ഭാഗത്ത് പാടില്ല. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം അത്രത്തോളം പ്രാധാന്യമുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് ഏറ്റവും നല്ലത് നമുക്ക് ഒരു കിണർ ചെയ്യാം. വടക്ക് കിഴക്ക് ഭാഗത്ത് വീട്ടിലേക്കുള്ള വസ്തുവിൻ്റെ ഗേറ്റ് അവിടെ കൊടുക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഓക്കെ, അവിടുത്തെ നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകളിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു ലാഫിൻ ബുദ്ധ. ഇത് ഒരു ചിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയാണ്. ഇത് നമുക്ക് സ്വീകരണ മുറിയിൽ വയ്ക്കാം. ഇതിൻ്റെ ഒരു പാദം മുന്നോട്ടും പിന്നോട്ടും ഇരിക്കുന്നതുകൊണ്ട് പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ലാഫിൻ ബുദ്ധ വയ്ക്കുന്നത് വളരെ ഗുണകരമായിട്ട് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇതിൽ ചിൽഡ്രൻസ് ബുദ്ധയാണ്. ഇത് കുട്ടികളില്ലാത്ത കപ്പിൾസിന് അവരുടെ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നത് വാസ്തുപ്രകാരം നല്ലൊരു റെമഡിയായി ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊരു വിക്ടറി ഹോഴ്സാണ്. നമുക്ക് പേര്, പ്രശസ്തി, വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മുടെ ലിവിങ് റൂമിൻ്റെ സൗത്തിൽ വയ്ക്കുന്നതാണ്. ഇത് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നമ്മുടെ ക്യാഷ് കൗണ്ടറിൻ്റെ മുകളിൽ റോഡിലേക്ക് നോക്കി അല്ലെങ്കിൽ മെയിൻ ഡോറിലേക്ക് നോക്കി എൻട്രൻസിലേക്ക് നോക്കി ഇങ്ങനെ വെക്കുന്നത്, ഒരു ലക്കി ക്യാറ്റിനെ വെക്കുന്നത് നമ്മളിലേക്ക് ശരിക്ക് കസ്റ്റമേഴ്സ് വരാനും ബിസിനസ് കൂടുതൽ നടക്കാനും വളരെ ഗുണപ്രദമായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, വീടുകൾ എന്നിവയിലൊക്കെ
കോമൺ ആയിട്ട് ചെയ്യാവുന്ന വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള 4 സിമ്പിൾസാണ് ഡ്രാഗൺ, വൈറ്റ് ടൈഗർ, ഫീനിക്സ്, ടോട്ടോയിസ്. ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ 4 ദിക്കുകളിലായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഫെങ്ഷുയുടെ ക്ലാസ്സുകൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറോണയുടെ സമയമായപ്പോഴത്തേക്ക് ക്ലാസ്സുകളൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒത്തിരി ആൾക്കാർ ക്ലാസ്സുകളെ പറ്റി വീണ്ടും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ മുതൽ ഫെങ്ഷുയുടെ ബേസിക് ക്ലാസ്സുകൾ, 1 ഡേ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീട് ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ഒരു നോളജ് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിന് വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, അത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അത് നമുക്ക് അതിനെ പൊളിച്ചു മാറ്റാതെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, നമ്മുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്, തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത്, വിവാഹം നടക്കാനായിട്ട് നമ്മളിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരാനായിട്ട്, ഹെൽത്ത് മെച്ചപ്പെടാനായിട്ട്, അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അടങ്ങിയ 1 ഡേ ക്ലാസ്സാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിനകത്ത് ഫ്ലൈങ് സ്റ്റാർ വരില്ല, അല്ലാതെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.